കുഞ്ഞുങ്ങളെ കേൾക്കത്തില്ല. വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല. വെള്ളിയാഴ്ച വരുന്നില്ലെങ്കിൽ ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഓരോ സീസൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിവാദങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഇന്ന് വന്ന പുതിയ പ്രധാനപ്പെട്ട ഒരു വിവാദമാണ് കൊല്ലം ഡോക്ടർ സിറ്റി ഈപ്പൻ മെമ്മോറിയൽ RHS സ്കൂളിൽ ദർസ് വിദ്യാർത്ഥികളെ തടഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം. സത്യത്തിൽ ആ ഒരു വിവാദം തുടങ്ങുന്നത് ഒരു എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് പൈസ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജാണ്, സ്കൂളാണ്. അപ്പോൾ ആൾറെഡി കുട്ടികളുടെ ഷോർട്ടേജ് ആൾറെഡി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുറേ കുട്ടികളെ കൺവിൻസ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരികയാണ്. അപ്പോൾ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ അവർ സ്കൂളിൽ വരുന്നു. അങ്ങനെ സ്കൂളിൽ വന്നിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവർ സ്വാഭാവികം ദർസ് വിദ്യാർത്ഥികളാണ്. അവർ തലയെക്കെട്ടല്ല, തൊപ്പിയും ജുബ്ബയൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നുണ്ടാവും. അത് അവരുടെ ഒരു പള്ളിയിൽ ധരിക്കുന്ന വസ്ത്രം തന്നെ ആയിരിക്കും സ്കൂളിൽ ധരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ശബരിമലക്ക് പോകുന്ന കുട്ടികളില്ലേ, അവർ ആ സമയത്ത് എന്ത് ചെയ്യും, അവരുടെ ഡ്രസ്സാരും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി യൂണിഫോം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് യൂണിഫോം ധരിക്കും, കൂട്ടത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തൊപ്പിയും വിടും. അത്രയൊക്കെ അതിലുണ്ടാവാറുള്ളൂ. ആരും ഇതിൽ വലിയ മൽപ്പിടുത്തൊന്നും നടത്താറില്ല. വെള്ളം തന്നെ ഇട്ട് വരണം എന്ന് ആരും നിർബന്ധിക്കാറില്ല. എനിവേ, അവർ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായ കുറേ പുകിലുകളാണ് ഇവിടെ കണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ആരോപണത്തിൻ്റെ എല്ലാ ശരങ്ങളും നീളുന്നത് പ്രധാന അധ്യാപകർക്കെതിരാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു അലമ്പ് കേസ് കഴിഞ്ഞ വർഷം ഉണ്ടായതുള്ളൂ. സെൻറ്റ് റീത്താസ് കോളേജിലായിരുന്നു. അന്നത്തെ പ്രിൻസിപ്പൾ നടത്തിയ കോലാഹലങ്ങൾ നമ്മുടെ കേരളത്തിലെ മൊത്തം ആൾക്കാർ കണ്ടാണ്. അതിനെ എതിർത്ത് വന്നു. പിന്നെ ഒരു കമ്മ്യൂണൽ ഡ്രിഫ്റ്റ് വരുന്ന രൂപത്തിലേക്ക് വന്നു. അവസാനം ആ കുട്ടിയെ എന്ത് ചെയ്യണം, അവിടെ നിർത്തി, കുട്ടിയെ ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷിതാ TC വാങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. പക്ഷേ ആ കേരളത്തിലെ പൊതുസമൂഹം അതിനെ എതിർത്ത് രംഗത്ത് വന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷം വളരെ ആശ്വാസകരമായി വന്നൊരു കാര്യമാണ്. ഇതിനെ ഈ കോളേജിനെ പ്രിൻസിപ്പളെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നൊരു ഒരു അനുഭാവി ഉണ്ട്. വൈസ് പ്രസിഡന്റോ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പ്രസിഡന്റോ ആരോ, അയാൾ പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അവിടെ ലോക്കൽ ബോഡീസിൽ. 8 നിലയിൽ പൊട്ടുകയാണ് ചെയ്തത്. അതായത് ഒരു ജനപിന്തുണയും ഇയാളുടെ കാഴ്ചപ്പാടിനും ഇയാൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പൊതുസമൂഹം കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ വീണ്ടും ഇതിന് സമാനമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ വീണ്ടും ഉയർന്നു വരികയാണ്. അപ്പോൾ കർശനമായ നടപടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരെ എടുക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയോടൊക്കെ പറയാനുള്ളത്. കാരണം നമ്മുടെ നാട് ഇത്തരത്തിൽ വർഗീയ ചുവയോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാരെ ഫേസ് ഔട്ട് ചെയ്യണം, പുറന്തള്ളണം. അവർക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനം കൊടുക്കരുത്. കാരണം പിഞ്ചു കുട്ടികളോട് അവരെ കാണുമ്പോൾ അവരുടെ വസ്ത്രം നോക്കി, അവരുടെ മതം നോക്കി, അവരുടെ ജാതി നോക്കിയൊക്കെ വിലയിരുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് എഡ്യൂക്കേഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ എന്തിനാണ് സ്കൂളിൽ വരുന്നത്? അവർ മനുഷ്യനെ തിരിച്ചറിയാനാണ്, അവരുടെ മറ്റുള്ളവരുടെ കൾച്ചറിനെ തിരിച്ചറിയാനാണ്. അവർ വെറും പഠനം ബുക്കിഷായിട്ടുള്ള നോളജ് മാത്രം ഉണ്ടാക്കാനല്ല. അവർ വരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഒക്കെ അറിഞ്ഞ് പരസ്പരം ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട പ്രധാന അധ്യാപകർ തന്നെ ഇത്തരത്തിൽ രൂക്ഷമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരികയും പരസ്യമായിട്ട് കുട്ടികളെ വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഞെട്ടിപ്പോവും. ഇപ്പോൾ ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകൾ കൊണ്ട് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾക്ക് കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞ് അവർ അഡ്മിഷൻ്റെ സമയത്ത് ഞങ്ങൾ തന്നെ അവിടെ എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസം വരും, HM വിളിച്ച് ഓരോരുത്തരും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസം വരുന്ന കുട്ടികളാണെന്ന് ചോദിച്ചാൽ അവർ വെള്ളിയാഴ്ച കാണണം ഉടങ്ങുമായിരിക്കും ടീച്ചർ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കേട്ടത്തില്ല. വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല. വെള്ളിയാഴ്ച വരുന്നില്ലെങ്കിൽ ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാത്താക്കൾ എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസം ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തരത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ അവർ ഒരു ദിവസം പോലും ഞങ്ങൾ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-കാരെല്ലാം കൂടെ കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നത്. ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-കാരും കൂടെ കൊണ്ട് എൻ്റെ ഒരു പോസ്റ്റിൻ്റെ കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്ത് ഈ മുസ്ലിം കുഞ്ഞുങ്ങളെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ ആ രക്ഷാകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഇതിനെതിരെ ഈ ഒരു പ്രധാന അധ്യാപികയ്ക്കെതിരെ രംഗത്ത് വന്ന പ്രധാനപ്പെട്ട ആളാരാണ്? ആ സ്കൂളിലെ മറ്റൊരു ടീച്ചറാണ്, ഒരു ഹൈന്ദവ ടീച്ചറാണ്, ഒരു ഹിന്ദു ടീച്ചറാണ്. സ്വാഭാവികം ആ ടീച്ചർ വളരെ സ്നേഹത്തോടു കൂടി അവർ കൂടി മുന്നിട്ടിറങ്ങിയിട്ടാണ് ഈ ദർസ് കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവരോടാണ് ഈ രൂപത്തിൽ അവർ ചെയ്ത്. സ്വാഭാവികമായിട്ട് അവർ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇനി നടപടി എടുക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അവിടുത്തെ PTA മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെ അതിൻ്റെ മുകളിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ആൾക്കാരാണ്. പ്രത്യേകിച്ച് എയ്ഡഡ് സ്ഥാപനങ്ങൾ,
അത് ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് നമ്മുടെ നാട്ടിൽ. കാരണം ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ പല സ്ഥാപനങ്ങളിലും കുട്ടികൾ കുറവാണ്. കുട്ടികൾ കുറഞ്ഞാൽ സാധാരണ അഫിലിയേഷൻ റദ്ദാക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ കുട്ടികൾ കുറവായിട്ടും എങ്ങനെയൊക്കെ നിന്ന് പോകുന്ന ഉപജീവനം നടത്തി പോകുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. അതിന് ഫണ്ട് കൊടുക്കുന്ന ആളുകൾ ആരാണ്? ഫണ്ട് കൊടുക്കുന്ന ആൾക്കാർ കേരള സർക്കാരാണ്, ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മിനിസ്ട്രിയാണ്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ട ആൾക്കാരും വിദ്യാഭ്യാസ നമ്മുടെ ഗവൺമെൻറ്റും PSC അടക്കമുള്ള ആൾക്കാരാണ്. അങ്ങനെ കാരണം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സാമ്രാജ്യമായിട്ട് കുറേ ആൾക്കാർ കൊണ്ടുനടക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ഇതിൻ്റെ കീഴിലുള്ള കുറേ സ്ഥലങ്ങളിൽ മജോറിറ്റി അവർ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് എന്ത് ചെയ്യാണ്? ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും, അതല്ലാത്തവരും ഉണ്ടാവാം. ക്രിസ്ത്യനിലും അതുപോലെ NSS അതുപോലെ SNDP സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള എയ്ഡഡ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയൊക്കെ മെജോറിറ്റി ആരാണ് അവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇനി പോട്ടെ, ഇനി അവരുടേതായ താല്പര്യങ്ങൾക്ക് അവരുടേതായ ആവശ്യങ്ങൾക്കും വേണ്ടി അവർ സ്ഥാപിച്ച സ്ഥാപനമാണ് എന്നാലും ഒരു നല്ലൊരു ഓഡിറ്റിങ് അവർ നടത്തണം. കാരണം അവർ പല അധ്യാപകരെയും നിയമിക്കുന്നത് വളരെ ഭീകരമായ ഫണ്ട് ഡൊണേഷൻ വാങ്ങിയിട്ടാണ്. 40 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം വാങ്ങിയിട്ടാണ് B.Ed ഓണേഡ് ആയിട്ടുള്ള പല അധ്യാപകരെയും നിയമിക്കുന്നത്. പക്ഷേ സാലറി കൊടുക്കുന്നവരാണ് ഗവൺമെൻറ്. അപ്പോൾ ഈ ഫണ്ട് കൊടുക്ക് പോകുന്നു, അതൊരു കൈക്കൂലിയല്ല, ഒരു ഡൊണേഷനും കൈക്കൂലിയും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ഇത് നടത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്കും പോക്കറ്റിലേക്കും പോകും. എന്തെങ്കിലുമൊക്കെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടി ഇത്തരത്തിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും ഒരു സ്ഥാപനത്തിലും നിർത്താൻ നോക്കരുത്. അതിനെതിരെ രംഗത്ത് വന്ന ടീച്ചർക്ക് എന്താ പറയുക, അഭിനന്ദനങ്ങൾ കൊടുക്കാനാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊന്നും യാതൊരുവിധ കോംപ്രമൈസ് നടത്തേണ്ട ആവശ്യമില്ല. കൊല്ലം ജില്ലയിലൊക്കെ UDF തൂത്തുവാരിയത് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്കെതിരെ പൊതുസമൂഹം രംഗത്ത് വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും RSSകാരോ അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീയത ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയും അത്തരം വിദ്വേഷം അവരുടെ ഉള്ളിൽ മാത്രമല്ല പുറത്തേക്കും അവർ പ്രവഹിപ്പിച്ച് മറ്റുള്ളവരിൽ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്നും ചെയ്യരുത്, അടക്കി ഒതുക്കി നിർത്തേണ്ട ബാധ്യത നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്.